ഞാൻ പരക്കം പോയല്ലേ കൊറേ ചെലവാക്കിയോ? എവിടെയൊക്കെ കൊടുത്ത്? ഫ്രൂട്ട്സ് കടയിലോ? തന്നെ ഒക്കെ തന്നെ. കൃഷിയാണ് നടക്കണ്ടല്ലേ? ഇത് രസമുണ്ട് കേട്ടോ. ഇത് മുതലായി. ചുമപ്പ് നല്ല കളറുണ്ട്. ആദ്യത്തെ ടൈമിൽ ഇതിലേറെ കായ് ഉണ്ടാവില്ലേ? ഓർമ്മ ആയില്ലെങ്കിൽ പച്ചക്കായ പച്ചക്കായില്ലേ? പറിക്കാണ്ട് ഇതൊക്കെ പറിക്കാനല്ലേ? മഴപ്പസം ഉണ്ടല്ലേ? ഇതിപ്പോ ഓക്ടോബർ നവംബറില് കുറച്ച് മഴ കുറയാലോ. ഈ കല്ല് പുല്ല് പറിച്ചില്ല. പുല്ല് പറിക്കാനേ ഇനിയിപ്പോ മഴ അടിച്ചു പോയില്ലെങ്കിൽ അടുത്ത സ്ഥലവും കായുണ്ടാവും. അടുത്ത മാസം മഴ അടിച്ചുടിച്ചാ പ്രശ്നമല്ലേ? അടിച്ചതൊക്കെ ചീഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇതോടെ സ്ഥലം കാക്ക ഇവിടെ ഇത് ആദ്യ സ്ഥലം പറഞ്ഞ ഇത് മഞ്ഞപ്പറ്റന്റെ തൃക്കുളങ്ങോട് പഞ്ചായത്തിലല്ലേ? തെങ്ങോട് പഞ്ചായത്തിൽ 17 വാർഡില്ലേ? ഇവിടെ നിലമ്പൂരോട്ട് നമുക്ക് 1 കിലോമീറ്റർ ഉള്ളു. 1 കിലോമീറ്റർ ഉള്ളല്ലേ? നിങ്ങളിപ്പോ വന്നില്ലേ? അവിടെ പള്ളിപ്പടിക്കും വരാം, ആചാര്യപ്പടിയും വഴി. എത്ര ഏക്കറുണ്ട് സ്ഥലം? ഡ്രാഗൺ ഫ്രൂട്ട് ഏക്കറത് 140 അടുത്തുണ്ടല്ലേ? ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയല്ലേ? ഫുള്ള് അതിന്റെ അടിയില് പുരാതന്റെ വല്യപ്പേ കുത്തി കുഴിച്ച് വെച്ച 6 റോഡ് ആ പാർട്ട് അടി കൂടെ 10-25 തെങ്ങുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങള് ഫസ്റ്റ് ചെയ്യല്ലേ കൃഷി? അതേന്ന് ഈ കൃഷിയിലെ തെങ്ങ നോട്ടല്ലേ മുമ്പ്. ഈ കൃഷിയിലിപ്പോ 1 പടിക്ക് 2 പക്ഷി നിലനിൽക്കേ അപ്പൊ കുഴപ്പമില്ല. തേങ്ങമെന്നും വലിയ വരുമാനം കിട്ടുന്നുണ്ട്. തേങ്ങക്കാല വില അലഹമില്ല. നമ്മള് പിന്നെ രോഗിച്ച വൈദ്യം കൽപ്പിച്ചെന്ന് പറഞ്ഞാല് ഒരു അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് തേങ്ങക്കാണ് വില കൂടി. അപ്പൊ പിന്നെ കഴിഞ്ഞ നല്ല വളം ചെയ്ത് തെങ്ങിന് നല്ല മാറ്റം വന്നു. മുമ്പ് കണ്ടുകണി അറിയായി എങ്ങനെ മാറ്റം. ഇതിലിപ്പോ എന്തൊക്കെ വളം? ചാണകപ്പൊടി മാത്രമോ? ഇതിൽ നമ്മള് മിശ്രിത വളം ഉണ്ടാക്കണ ചാണകപ്പൊടി, പിന്നെ ചാണകപ്പൊടിയല്ല പച്ചച്ചാണകം, എൽപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കള്ളപ്പിണ്ണാക്ക്, പിന്നെ സാധനങ്ങളൊക്കെ പറഞ്ഞ ശർക്കര ഒക്കെ കലക്കാണ്. പിന്നെ ഞാൻ കണ്ടത് സംഭവം 5-20 ദിവസം കൂടുമ്പോ ഇതിന് ശേഷം അപ്പൊ ഇതിന് പ്രത്യേക അണുക്കളൊക്കെ രൂപപ്പെടും. അതിന് നമ്മള് 5 ലിറ്റർ വെള്ളത്തിൽ 15 ലിറ്റർ വെള്ളം ചേർത്ത് നമ്മള് കുറച്ച് ഈ ആസ്തി ചേർക്കേണ്ട സാധനല്ലേ. അതിന്റെ പേര് കൂടെ വ്യാപിച്ച് കിടക്കണേ മുകൾ ഭാഗത്തൂടെ സഞ്ചരി ഒഴിച്ചു കൊടുക്കേ. അതന്നെ വേര് ഭൂമിന്റെ അടിക്ക് പോവില്ല. നമ്മളെ വളമ്പ നല്ല വളമ്പട കണ്ടമാനം വളമ്പേണ്ട ആവശ്യം ചെയ്യണ മന്തിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കാരണം ഇതിലും അധികം വളം ഭൂമിന്റെ അടിക്ക് പോലെ ഒരു പുല്ലിന് അത്രയും ശക്തിയില്ല. ഞാൻ മുകൾ ഭാഗം ശരിക്കും വ്യാപിക്കും. അതൊക്കെ വളമായി ഇതൊക്കെ ആയി. ഇപ്പൊ ഈ മഴ കൊണ്ട് ചെറിയൊരു കളർ കമ്മി ഉണ്ടല്ലേ? അല്ലെങ്കിൽ നല്ല വലിപ്പം വെക്കുന്നില്ല. ഇപ്പൊ മഴ കൊള്ളാത്ത ഞാൻ ചൂണ്ടിന്റെ ലെവലിൽ നോക്കിയാണ് കൈ ഉള്ളിൽ കുടുങ്ങിക്കണേ. ഏത് ഉള്ളിൽ കുടുങ്ങി കൈ നോക്കണേ? കളറ് ശരി. അപ്പൊ മഴയാകുമ്പോ കളറിനെ കുറിച്ച് അങ്ങനെ ഉണ്ടല്ലേ? കത്തി വാങ്ങിച്ചേക്കല്ലേ കിട്ടും. പക്ഷെ അത് വിൽപ്പനക്കാൻ പറ്റൂല. അത് പിന്നെ വിൽപ്പനക്കാനെ പറ്റിയ രീതി കിട്ടിയില്ലേ? അങ്ങനെ പൊട്ടിപ്പോരിന് പ്രശ്നം വരുമോ? ഒരു പ്രശ്നമില്ല. ഇല്ലല്ലേ? അങ്ങനെ പൊട്ടിപ്പോര പ്രശ്നമില്ലല്ലേ? ഒരു പ്രശ്നമില്ല. ഇതിന് പ്രശ്നം വരില്ലല്ലോ? ഇതിന് മരത്ത് തൈന് ഇതിപ്പോ നിങ്ങൾ പറിച്ച് പറിക്കാം. ആൾക്കാര് വരുന്നതാ? ആൾക്കാര് വരുന്നേ വാങ്ങാൻ.
മഞ്ഞല്ല ഒറ്റ ഒറ്റ റെഡ് മഞ്ഞ പ്രത്യേകത കാണുമ്പോ ലുക്കുള്ള